നമസ്കാരം. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ വിളിച്ചോതിക്കൊണ്ട് നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളം ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. 2014 മോദി സർക്കാർ അധികാരമേൽക്കുമ്പോൾ രാജ്യത്ത് ആകെ 74 വിമാനങ്ങളാണ് പ്രവർത്തന സജ്ജമായി ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ ഈ എണ്ണം ഇരട്ടിയിലധികമായി വർദ്ധിച്ചു. 2026 മാർച്ചിലെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ പ്രവർത്തന സജ്ജമായ വിമാനത്താവളങ്ങളുടെ, അതായത് ഹെലിപോർട്ടുകളും വാട്ടർ എയർഡ്രോമുകളും ഉൾപ്പെടെ എണ്ണം 165 കടന്നിരിക്കുകയാണ്. നിലവിൽ ഒരു റൺവേ മാത്രമുള്ള നോയിഡ വിമാനത്താവളം 4 ഘട്ടങ്ങളിലായി 5 റൺവേകളിലേക്ക് വ്യാപിപ്പിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. അടുത്ത 10 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ലോകത്തെ പ്രധാന നഗരങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്ന് വിമാന സർവീസുകൾ ഉണ്ടാകും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ വിമാനയാത്രക്കാരുടെ ദീർഘകാലത്തെ ആവശ്യമാണ് ഇതിലൂടെ പരിഹരിക്കപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ 11,500 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവള പദ്ധതിയുടെ ചിലവ് 29,600 കോടി രൂപയാണ്. ദില്ലി വിമാനത്താവളത്തേക്കാൾ കൂടുതൽ സ്ഥല സൗകര്യമുള്ള നോയിഡ വിമാനത്താവളം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തിരക്ക് കുറയ്ക്കാൻ സഹായിക്കും. പ്രതിരോധ നിർമ്മാണം മുതൽ അർദ്ധചാലക വ്യവസായം വരെ നീളുന്ന ഒരു വലിയ സാമ്പത്തിക ചക്രത്തിൻ്റെ ഉത്തേജകമായി ഈ വിമാനത്താവളം മാറും. ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രതിവർഷം 30 കോടി യാത്രക്കാരെ കൈകാര്യം ചെയ്യുമെന്നുമാണ് യോഗി സർക്കാരിൻ്റെ പ്രതീക്ഷ. അതേസമയം വിമാനത്താവള നിർമ്മാണത്തിനായി ഭൂമി ഏറ്റെടുത്തപ്പോൾ കർഷകർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ പ്രതിപക്ഷം ആയുധമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുടിയൊഴിപ്പിക്കപ്പെട്ട കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭിച്ചില്ല എന്നും പല കുടുംബങ്ങളും ഇപ്പോഴും ദുരിതത്തിലാണെന്നുമാണ് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു പരത്തുന്നത്. BJPയുടെ വികസനവാദത്തെ കർഷകരുടെ പരാതികൾ കൊണ്ട് നേരിടാനാണ് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ശ്രമിക്കുന്നത്. ചുരുക്കത്തിൽ പശ്ചിമ ഉത്തർപ്രദേശിൽ BJP സംബന്ധിച്ചിടത്തോളം ഈ വിമാനത്താവളം വികസനത്തിൻ്റെ അടയാളമാണ് എങ്കിൽ പ്രതിപക്ഷം അത് ഭരണവിരുദ്ധ വികാരം വളർത്താനുള്ള ഒരു വഴിയായി കാണുകയാണ്. എന്നാൽ കേവലം ഒരു പ്രാദേശിക നേട്ടമല്ല മോദി സർക്കാർ നോയിഡ വിമാനത്താവളത്തിലൂടെ ലക്ഷ്യമിടുന്നത്. മുൻകാലങ്ങളിൽ ഒരു പ്രാദേശിക വിമാനത്താവള പദ്ധതിയായി മാത്രം വിഭാവനം ചെയ്യപ്പെട്ടിരുന്ന ഇതിനെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യോമയാന ഹബ്ബുകളിൽ ഒന്നായി മാറ്റിയെടുത്തതിലൂടെ ഭാരതത്തിൻ്റെ ആഗോള സാമ്പത്തിക കാഴ്ചപ്പാടാണ് പ്രതിഫലിക്കുന്നത്. G20 അധ്യക്ഷ പദവിയിലൂടെ ഭാരതം ആഗോളതലത്തിൽ നേടിയെടുത്ത നയതന്ത്ര വിജയം ഇത്തരം വൻകിട ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികളിലൂടെ സാമ്പത്തിക കരുത്തായി മാറ്റാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സാമ്പത്തിക രംഗത്ത് ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഭാരതം മാറിയത് അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തോടുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു. നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളം ഒരു മൾട്ടി മോഡൽ കാർഗോ ഹബ്ബായി മാറുന്നതോടെ ആഗോള വിതരണ ശൃംഖലയിൽ ചൈനയ്ക്കുള്ള ഏകപക്ഷീയമായ ആധിപത്യത്തിന് ശക്തമായ വെല്ലുവിളി ഉയർത്തുവാൻ ഭാരതത്തിന് സാധിക്കും. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ഉൽപ്പാദിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ ലോകവിപണിയിൽ വേഗത്തിലും കുറഞ്ഞ ചെലവിലും എത്തിക്കുവാൻ ഈ വിമാനത്താവളം സഹായിക്കും. ചൈനയിൽ നിന്ന് തങ്ങളുടെ നിർമ്മാണശാലകൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന ആഗോള കമ്പനികൾക്ക് ലോകോത്തരമായ അടിസ്ഥാന സൗകര്യം ഭാരതത്തിൽ ഉറപ്പാക്കുക എന്ന തന്ത്രപരമായ നീക്കമാണിത്. ജവാർ വിമാനത്താവളം ഭാരതത്തിൻ്റെ ആഭ്യന്തര വികസനത്തിനപ്പുറം ആഗോള സാമ്പത്തിക ക്രമത്തിൽ, പ്രത്യേകിച്ച് ചൈനയുടെ സാമ്പത്തിക ആധിപത്യത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വിമാനത്താവളമായി മാറാൻ പോകുന്ന ഈ പദ്ധതി കേവലം ഒരു യാത്രാ കേന്ദ്രം എന്നതിലുപരി ഒരു ആഗോള ലോജിസ്റ്റിക് ഹബ്ബായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ലോകത്തെ ഉൽപ്പന്ന നിർമ്മാണശാലയായി അറിയപ്പെടുന്ന ചൈനയ്ക്ക് ബദലായി ഭാരതത്തെ മാറ്റാനുള്ള മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ നട്ടെല്ലായി ഈ വിമാനത്താവളം പ്രവർത്തിക്കും. വിദേശ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ചൈനയിലെ വിമാനത്താവളങ്ങളോടും തുറമുഖങ്ങളോടും കിടപിടിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഭാരതത്തിൽ ലഭ്യമാകുന്നത് വലിയൊരു ആകർഷണമാണ്. ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ കരുത്ത് എന്നത് അവരുടെ അതിവേഗത്തിലുള്ള കയറ്റുമതി സംവിധാനമാണ്. നോയിഡ വിമാനത്താവളം ഒരു മൾട്ടി മോഡൽ കാർഗോ ഹബ്ബായി മാറുന്നതോടെ ഉത്തരേന്ത്യയിലെ വ്യവസായ മേഖലയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലേക്കും ചൈനയേക്കാൾ കുറഞ്ഞ ചെലവിലും വേഗത്തിലും എത്തിക്കുവാൻ ഭാരതത്തിന് സാധിക്കും. ഇത് ആഗോള വിതരണ ശൃംഖലയിൽ ചൈനയ്ക്കുള്ള അപ്രമാദിത്വം കുറയ്ക്കുവാൻ സഹായിക്കും. സ്മാർട്ട് ഫോണുകൾ, ഇലക്ട്രോണിക്സ് ഘടകങ്ങൾ, പ്രതിരോധ ഉപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിൽ ചൈനയെ മറികടന്ന് മുന്നേറാൻ ആഗ്രഹിക്കുന്ന ഭാരതത്തിന് ഈ വിമാനത്താവളം നൽകുന്ന ലോജിസ്റ്റിക് പിന്തുണ വളരെ വലുതാണ്. നോയിഡ, ഗ്രേറ്റർ നോയിഡ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന സാംസങ് ഉൾപ്പെടെയുള്ള വമ്പൻ കമ്പനികൾക്ക് ഇത് വലിയൊരു മുതൽക്കൂട്ടാക്കും. തന്ത്രപരമായി നോക്കിയാൽ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിലൂടെ അവർ ലക്ഷ്യമിടുന്ന സാമ്പത്തിക സ്വാധീനത്തെ പ്രതിരോധിക്കുവാൻ ഭാരതത്തിൻ്റെ ഇത്തരം വൻകിട ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾക്ക് സാധിക്കും. ദക്ഷിണേഷ്യൻ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമയാന കേന്ദ്രമായി ജവാർ മാറുന്നതോടെ
അന്താരാഷ്ട്ര വിമാന കമ്പനികളും ചരക്ക് നീക്കങ്ങളും ചൈനീസ് നിയന്ത്രണത്തിലുള്ള പാതകളിൽ നിന്ന് മാറി ഭാരതത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും. ദക്ഷിണേഷ്യൻ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമയാന കേന്ദ്രമായി നോയിഡ ജവാർ വിമാനത്താവളം മാറുന്നതോടെ ആഗോളതലത്തിൽ ഭാരതം കൈവരിക്കാൻ പോകുന്ന തന്ത്രപ്രധാനമായ നേട്ടങ്ങൾ അതിശയിപ്പിക്കുന്നതാണ്. അന്താരാഷ്ട്ര വിമാന കമ്പനികളെയും വമ്പൻ ചരക്ക് വിമാനങ്ങളെയും ആകർഷിക്കാൻ തക്കവിധം അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ഈ വിമാനത്താവളം വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇത് ചൈനീസ് നിയന്ത്രണത്തിലുള്ള പരമ്പരാഗത പാതകളിൽ നിന്ന് മാറി ഭാരതത്തിലൂടെയുള്ള പുതിയൊരു ആഗോള വിതരണ ശൃംഖലയ്ക്ക് രൂപം നൽകുന്നു. ലോകത്തെ പ്രധാന നിർമ്മാണ ഹബ്ബായി മാറാൻ ശ്രമിക്കുന്ന ഭാരതത്തിന് ചൈനയ്ക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സാമ്പത്തിക തിരിച്ചടിയായി ഈ പദ്ധതി മാറും. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിലൂടെ അവർ ലക്ഷ്യപ്പെടുന്ന സാമ്പത്തിക ആധിപത്യത്തെ പ്രതിരോധിക്കുവാൻ നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സാധിക്കും. ആഗോള വിമാന കമ്പനികൾ സാധാരണയായി ഇന്ധനം നിറയ്ക്കാനും ചരക്കുകൾ കൈമാറാനും മികച്ച അടിസ്ഥാന സൗകര്യമുള്ള കേന്ദ്രങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. ജവാർ വിമാനത്താവളം ഒരു മൾട്ടി മോഡൽ കാർഗോ ഹബ്ബായി മാറുന്നതോടെ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിലെ ഒരു പ്രധാന കണ്ണിയായി ഭാരതം മാറും. ചൈനയിലെ ഷാങ്ഹായ് അല്ലെങ്കിൽ ഹോങ്കോങ് വിമാനത്താവളങ്ങളെ ആശ്രയിച്ചിരുന്ന പല അന്താരാഷ്ട്ര കമ്പനികളും കുറഞ്ഞ ചിലവും ആധുനിക സാങ്കേതിക വിദ്യയും വാഗ്ദാനം ചെയ്യുന്ന ഭാരതത്തിലേക്ക് തങ്ങളുടെ പ്രവർത്തനങ്ങൾ മാറ്റാൻ ഇത് കാരണമാകും. ഇത് ഭാരതത്തിൻ്റെ വിദേശ നാണ്യ ശേഖരം വർദ്ധിപ്പിക്കുക മാത്രമല്ല ആഗോള നയതന്ത്ര തലത്തിൽ രാജ്യത്തിൻ്റെ വിലപേശൽ ശേഷി ഉയർത്തുകയും ചെയ്യും. സാമ്പത്തികമായി നോക്കിയാൽ ജവാർ വിമാനത്താവളം ഒരു സ്വതന്ത്ര വ്യാപാര മേഖലയായി വികസിക്കുന്നത് ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ വിപണി വിഹിതം കുറയ്ക്കാൻ സഹായിക്കും. മേക്ക് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ ലോകമെമ്പാടും അതിവേഗത്തിൽ എത്തിക്കുവാൻ സാധിക്കുന്നതോടെ ചൈനീസ് ഉൽപ്പന്നങ്ങളോടുള്ള ആഗോള പ്രിയം കുറയ്ക്കുവാൻ ഭാരതത്തിന് സാധിക്കും. പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, പ്രതിരോധ ഉപകരണങ്ങൾ എന്നിവയുടെ കയറ്റുമതിയിൽ വലിയൊരു കുതിച്ചുചാട്ടമാണ് പ്രതീക്ഷിക്കുന്നത്. ചൈനയിലെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ അസ്ഥിരതകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആഗ്രഹിക്കുന്ന ആഗോള കമ്പനികൾക്ക് വിശ്വസ്തമായ ഒരു ബദലായി ഭാരതത്തെ അവതരിക്കുവാൻ മോദി സർക്കാരിൻ്റെ ഈ ദീർഘവീക്ഷണം വഴിയൊരുക്കുന്നു. കൂടാതെ ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ വ്യോമയാന കേന്ദ്രമെന്ന നിലയിൽ അയൽ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനും ഭാരതത്തിന് സാധിക്കും. നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള ചരക്ക് നീക്കങ്ങൾ ചൈനീസ് പതകൾക്ക് പകരം ഭാരതം വഴി നടക്കുന്നത് മേഖലയിലെ ഭാരതത്തിൻ്റെ സ്വാധീനം വർദ്ധിക്കും. ചുരുക്കത്തിൽ നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളം കേവലം ഒരു യാത്രാ കേന്ദ്രമല്ല, മറിച്ച് ചൈനയുടെ ആഗോള സാമ്പത്തിക ആധിപത്യത്തെ വെല്ലുവിളിക്കാനും ഭാരതത്തെ ലോകത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമാക്കി മാറ്റാനുമുള്ള ഒരു സുപ്രധാനമായ നയതന്ത്ര ആയുധമാണ്. ചുരുക്കത്തിൽ ചൈനയിൽ നിന്ന് വ്യവസായങ്ങൾ ഇന്ത്യയിലേക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്ന ആഗോള കമ്പനികൾക്ക് ആവശ്യമായ ലോകോത്തരമായ അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കുന്നതിലൂടെ ഭാരതം ചൈനയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ശക്തമായ ഒരു ബദൽ ഉയർത്തുകയാണ് ചെയ്യുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.